ഹായ് ഡിയർ ജെ ആസ്പിരൻസ്. നമ്മുടെ ആദ്യത്തെ GIB കഴിഞ്ഞു. ആ GIB വളരെ നന്നായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ചില കുട്ടികൾക്കൊന്നും വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അതൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ ടാർഗറ്റ്, ഓഗസ്റ്റ് മാസത്തെ പ്ലാൻ, അടുത്ത GIB വരുമ്പോൾ രണ്ടാമത്തെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ വരുന്ന സമയത്ത് ആദ്യത്തെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ആദ്യത്തെ GIBയിൽ ഫിസിക്സിൽ ഉൾപ്പെട്ട ചാപ്റ്ററിൻ്റെ പുറമെ നിങ്ങൾക്ക് പുതിയ വരാൻ പോകുന്ന GIBയിലേക്ക് പുതുതായിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് വർക്ക് എനർജി, പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ മുമ്പ് കഴിഞ്ഞ GIBയിലെ ടോപ്പിക്സും ഉണ്ടാവും, അഡീഷണലി ഈ 3 ചാപ്റ്റേഴ്സും കൂടെ ഉണ്ടാവും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ 3 ചാപ്റ്ററിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണം, എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ വർക്ക് എനർജി, പവറും ഗ്രാവിറ്റേഷനും സ്വല്പം കണക്ട് ചെയ്ത് പഠിച്ചാൽ കുറെ കൂടെ എളുപ്പമായിരിക്കും, കുറെ കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതായത് വർക്ക് എനർജി പവറിൽ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് വർക്ക് ഡൺ ബൈ ഡിഫറെൻറ്റ് ഫോഴ്സുകളാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഫോഴ്സ് ആവുന്ന സമയത്ത് വർക്ക് ഡണ്ണിൻ്റെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, അതിൽ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതാണ്. അതുപോലെ തന്നെ വാരിയബിൾ ഫോഴ്സ് ആവുന്ന സമയത്ത് ഫോഴ്സസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈമും ഫോഴ്സസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷനും, ഈ 2 രൂപത്തിലും വരും. കാൽക്കുലസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത്തരം പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഡിഫറെൻറ്റ് സിറ്റുവേഷന് ആ വർക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്, അതിൽ നിന്ന് വർക്ക് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, അങ്ങനെ വർക്ക് ഡണ്ണിൻ്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ എനർജിയാണ് വരുന്നത്. എനർജിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ്. അതിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡണ്ണും അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡണ്ണും അത് കാരണമുള്ള എനർജിയുടെ വേസ്റ്റേജും ഒക്കെ. അപ്പോൾ അത്തരം ഏരിയാസ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഏതുമായിട്ട്? ഗ്രാവിറ്റേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി ബേസിക്കലി നമ്മൾ പറയുമ്പോൾ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ്. ഇപ്പോൾ 2 പൊസിഷൻ എടുത്താൽ, 2 റെഫറൻസ് ലൈൻസ് എടുത്താൽ ആ 2 റെഫറൻസ് ലൈനിലെയും മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഈ കോൺസെപ്റ്റ് നമ്മൾ വർക്ക് എനർജി പവറിലും പ്രോബ്ലംസ് വരാണ്ട്. ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ സിറ്റുവേഷനിലും അതുപോലെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ഒരു ബോൾ റോൾ ചെയ്ത് കയറുന്ന സിറ്റുവേഷനിലും ഒക്കെ നമ്മൾ വർക്ക് എനർജി പവറിൽ ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷനിൽ നമ്മൾ ഇതേ കോൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഗ്രാവിറ്റേഷനിൽ അവിടെ കൃത്യമായി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, ഇതിന് രണ്ടിൻ്റെയും കൂടെ സമ്മ് സെയിം ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതും എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസും അതുപോലെ തന്നെ സാറ്റലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ, സാറ്റലൈറ്റ് ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള വർക്ക് ഡണ്ണും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അതൊക്കെ ഈ വർക്ക് എനർജി പവറിൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ യൂസ് ചെയ്യുന്ന അതേ കോൺസെപ്റ്റ് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രാവിറ്റേഷൻ്റെ ആ ഏരിയാസും പഠിച്ച് മുന്നോട്ട് പോകാം. അതല്ലാതെ തന്നെ ഗ്രാവിറ്റേഷനിൽ വരുന്ന മറ്റു കാര്യങ്ങൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ സൂപ്പർപോഷൻ പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ, സാറ്റലൈറ്റിൻ്റെ പ്രോബ്ലംസ്, എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, അതൊക്കെയാണ് ഗ്രാവിറ്റേഷനിൽ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. പിന്നെ വർക്ക് എനർജി പവറിൽ ഇതല്ലാതെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് പവറും അതുപോലെ തന്നെ കൊളീഷനും. കൊളീഷൻ്റെ എല്ലാ കേസും കൃത്യമായി പഠിച്ചു പോകണം. കാരണം കൊളീഷൻ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കും. അതിൻ്റെ എല്ലാ കേസുകളും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സ്ലൈഡ്സിൽ നമ്മൾ പഠിച്ച എല്ലാ കേസുകളും കൃത്യമായിട്ട് റിവൈസ് ചെയ്തു പോകാം. നെക്സ്റ്റ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷനാണ്. അതിന് നമുക്ക് 3 ഭാഗമായിട്ട് ശരിക്കും തിരിക്കാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ്. സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് സിമെട്രിക്കൽ ബോഡിയുടെ ഉള്ളത്, അസിമെട്രിക്കൽ ബോഡിയുടേതും ഉണ്ട്. അസിമെട്രിക്കൽ ബോഡിക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നതാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോരോ പാർട്ടിക്കിളുടെ വെലോസിറ്റി വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി വെക്ടർ എത്രയായിരിക്കും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സിമിലർലി ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഏരിയ കംപ്ലീറ്റ് നമ്മളൊരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത പാർട്ട് വരുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ബോഡീസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യൻ്റെ തിയറംസ്, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ ബൈ ഹാർട്ട് പഠിക്കേണ്ട സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ആൻഡ് തേർഡ് പാർട്ട് റൊട്ടേഷണൽ ഡൈനാമിക്സ് ആണ്.
റൊട്ടേഷണൽ ഡൈനാമിക്സിലെ കൈനറ്റിക് എനർജി, എനർജി കൺസർവേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. പിന്നെ അതിൽ നിങ്ങൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് റോളിംഗ് മോഷനാണ്. റോളിംഗ് മോഷൻ ആക്ച്വലി സിലബസിലില്ല, പക്ഷേ റോളിംഗ് മോഷൻ്റെ ചെറിയ ചെറിയ കോൺസെപ്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ ജെയ്ക്ക് വന്നതുകൊണ്ട് റോളിംഗ് മോഷൻ ഡീപ്പായിട്ട് പഠിക്കേണ്ട, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു പെരിഫറി ലെവലിൽ റെഫർ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഈ മാസത്തെ നമ്മുടെ ടാർഗറ്റ് ആണ്. അതിൽ ചില ഏരിയാസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ GIB എന്ന് പറയുന്ന ടാർഗറ്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഒരു GIB കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അടുത്ത GIBയിലേക്ക് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. ഒരു GIB കഴിയുമ്പോൾ അതിൽ പറ്റിയ മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്യുക, അതോടൊപ്പം നെക്സ്റ്റ് GIBയിലേക്ക് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളൊരു മാസം മുമ്പേ നിങ്ങളുടെ ഈ മന്തിലെ ടാർഗറ്റും അതിൻ്റെ കോൺസെപ്റ്റും ഒക്കെ ഇപ്പോഴേ പറയുന്നത്. കാരണം ഈ ഒരു ഫോക്കസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ലൈവിൽ പഠിക്കുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ടാർഗറ്റ് എപ്പോഴും വേണം, അടുത്ത GIBക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് മനസ്സിൽ ഫിക്സ് ചെയ്യുക. അടുത്ത GIBക്കായിട്ട് നമുക്ക് വളരെ നേരത്തെ തന്നെ ഒരുങ്ങാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.